വെള്ളിയാഴ്ച ജുമായിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാനായി ഇരു ഹറമുകളും ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ. 1,00,000-ലേറെ ഇന്ത്യൻ ഹാജിമാരും മക്ക ഹറമിൽ നിന്ന് പ്രാർത്ഥനയ്ക്കെത്തി. തീർത്ഥാടകരെ ഹറമിലെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഹജ്ജിനു ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന്. കനത്ത ചൂടിനെയും അവഗണിച്ചെത്തിയ വിശ്വാസികളാൽ ഇരു ഹറമുകളും നിറഞ്ഞു കവിഞ്ഞു. നേരത്തെ രാവിലെ 6:30 മണിക്ക് തന്നെ ബസ് സ്റ്റോപ്പായിരുന്നു. ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല. ഞങ്ങൾ ടാക്സിയിലാണ് ഹറമിലേക്ക് പോയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ റാഹത്തായി ജുമാ കഴിഞ്ഞു. ഇപ്പോൾ തിരക്കെല്ലാം ക്രമീകരിച്ച് വരുന്നു. ഇപ്പോൾ ആളുകൾ റൂമിലേക്ക് മടങ്ങുകയാണ്. നേരത്തെ സുബൈക്ക് തന്നെ പള്ളിയിൽ പോയ ആളുകൾ ജുമാ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി റൂമിലേക്ക് മടങ്ങുന്ന ഒരു തിരക്കാണ്. ജുമാക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അൽഹംദുലില്ലാഹ് അതിൽ പങ്കെടുക്കാനും കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള 1,00,000 ഹാജിമാർ മക്ക ഹറമിൽ പ്രാർത്ഥനയ്ക്കെത്തി. ഹജ്ജ് മിഷന് കീഴിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. And as you can all see, our teams are on the ground to manage the crowds for Friday prayer movement, and we have been able to complete it in a very short span of 2 hours. Next Friday will probably be our last Friday prayer movement in this Hajj 2026 season, and we thank all our volunteers, all our teams on the ground to help us manage this, and we hope that their cooperation will continue. Thank you. മലയാളി സന്നദ്ധ പ്രവർത്തകരും ഹറമിലേക്കുള്ള വഴികളിൽ തീർത്ഥാടകരെ സഹായിക്കാനുണ്ടായിരുന്നു. അജീജയിലേക്കും നസീമിലേക്കും ബസ് കയറ്റി വിടുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, വെള്ളവും അതുപോലെ തന്നെ ചെരുപ്പും കുടയും അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഹാജിമാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയിലായിരുന്നു ഇന്ന് KMCCയുടെ പ്രവർത്തകന്മാരുണ്ടായിരുന്നത്. മലയാളി ഹാജിമാർ ഇന്നലെ മുതൽ മദീനയിലേക്ക് യാത്ര തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുടിവെള്ളം വിതരണം ചെയ്തും അവർക്ക് ബസ്സിലേക്കുള്ള വഴി കാണിച്ചും പിന്നെ മറ്റ് അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സേവനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തനിമയുടെ വനിതകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഹാജിമാരും നമ്മുടെ കൂടെ ഉണ്ട്, വോളണ്ടിയർമാരും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ സേവനത്തിന് പ്രത്യേകത. ഹജ്ജിലെ ഏറ്റവും റഷുള്ള ആഴ്ച കൂടിയാണ് ഈ ആഴ്ച. വളരെ ഭംഗിയായി തന്നെ മക്കയുടെ ഈ പ്രവർത്തനം കൊണ്ട് ഹാജിമാർക്കുള്ള യാത്രകൾ സുഗമമാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ള സേവനങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളി ഹാജിമാരുടെ മദീന സന്ദർശനം തുടരുകയാണ്. സാബിത് സലീം, മീഡിയ 1 മക്ക.